ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പലയിടത്തും എഴുതിയിട്ടുമുണ്ട്, ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി ഡീൽ ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കൊണ്ടേ കഴിയുകയുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇതെല്ലാം കാണുകയും ഇതറിയുകയും ഒക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അല്ലാതെ കോൺഗ്രസ് പാർട്ടി അവരുടെ ഘടകകക്ഷികൾക്കും ഇതിനെ ഒരിക്കലും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ടെററിസം, ഭീകരപ്രവർത്തനം എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഇന്നലെ, അതായത് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ജമ്മുവിൽ, മനസ്സിലാക്കും ഇത് കാശ്മീരിലല്ല ഉണ്ടായത്, ജമ്മുവിലാണ് ഉണ്ടായത്. അവിടുന്ന് പിൽഗ്രിംസ് ആയിട്ട് പോകുന്ന 40ഓളം പേര് ഒരു ബസ്സിൽ പോവുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഈ ഗോർജ്, അതായത് ഈ ഇടുങ്ങിയ റോഡിൽ കൂടാണ് ഇത് പോകുന്നത്, ഈ വണ്ടി പോകുന്നത്. ഇപ്പം അവിടുത്തെ ലോക്കൽ ബസ്സാണ്, അവരിത് ടൂറിസ്റ്റായിട്ട് വാടകയ്ക്കെടുത്ത് അതേലാണ് ഇത് പോകുന്നത്. അവിടുത്തെ ലോക്കൽ ഡ്രൈവറും ലോക്കൽ കണ്ടക്ടറും, അതായത് സഹായിക്കുന്നയാളും. എന്താണ് ഭീകരപ്രവർത്തകർ ചെയ്തത് മനസ്സിലാക്കുക. ഇന്നലെ മോദി അധികാരത്തിൽ കയറി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ വാശിക്ക് ചെയ്ത പരിപാടി, ഈ കാശ്മീരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവർ, ഹിന്ദു മതവിശ്വാസികളാണ്, തീർത്ഥാടകരാണ്. അവർ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, വണ്ടി ഇങ്ങനെ വളവിലോട്ട് കയറുന്ന സമയത്ത് ഈ ഡ്രൈവറെ ഫയർ ചെയ്യുന്നു. അതായത് വണ്ടി ഇങ്ങനെ മേളിൽ നിന്ന് വരുന്നത്, ഇവർ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവറെ ഫയർ ചെയ്തു. ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടു. കാരണം ഉറപ്പായിട്ട് അയാൾക്ക് ഫയറിങ് കിട്ടി, അതായത് ബുള്ളറ്റ് കിട്ടി. വണ്ടി കൊക്കയിലോട്ട്, അതായത് വലിയൊരു താഴ്വരയിലോട്ട് വണ്ടി അങ്ങ് മറിയുകയാണ്. എന്നിട്ട് ഇവർ ചെയ്തത്, അതായത് ഭീകരന്മാർ ചെയ്തത്, ഈ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും ഫയർ ചെയ്ത് മാക്സിമം അവരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. കാരണം വണ്ടിക്കകത്തുനിന്ന് പുറത്ത് വരുന്നവരാണെങ്കിലും ആലോചിച്ച് നോക്കുക, ഇത്ര നെഫേരിയസ്, ഇത്ര ക്രൂവലായിട്ട് ചെയ്യുവാൻ കഴിയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഭീകരന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആലോചിച്ച് നോക്കണം, അത്ര ക്രൂരമായിട്ടാണ് ചെയ്തത്. അതാണിപ്പം ഈ പാലസ്തീനിൽ നടക്കുന്നതും ഇസ്രായേലിൽ നടക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് 2 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നു. അത് കഴിഞ്ഞ് 4 വയസ്സുള്ള 9 വയസ്സുള്ള അവരെ മുഴുവനും വെടിവെച്ച് കൊല്ലും. ഏകദേശം എല്ലാവരെയും ഫയർ ചെയ്യുകയാണ് കൊല്ലാൻ വേണ്ടി. അതിൻ്റെ അകത്ത് ഈ 2 കുട്ടികൾ, കൊച്ചുകുട്ടികൾ, ഇവർക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമാണ് എന്ന് മനസ്സിലാക്കുക, അവരെയും വെടിവെച്ച് കൊല്ലുന്നു. അപ്പം ഈ രീതിയിൽ ഉണ്ടാകുകയും, ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ അത് വലിയ കോർഡൺ ചെയ്തിട്ട് അത് വലിയ അവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി. എന്താണ് നടന്നത്? അതിക്രൂരമായിട്ട് ജയ്പൂരിൽ നിന്നും UP യിൽ നിന്നും, ഇവരൊന്നും കാശ്മീരികളും അല്ല, ജമ്മു താമസിക്കുന്നവരല്ല, ഇവരെയാണ് ഫയർ ചെയ്ത് കൊന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാർ, അതായത് ഒമർ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ പിതാവ് ഫറൂഖ് അബ്ദുള്ള, മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മകള്, അവിടുത്തെ രാഷ്ട്രീയക്കാർ ആലോചിച്ച് നോക്കുക, അവരേത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. കാരണം ഇവരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ്. അത് ആദ്യം മനസ്സിലാവുക. കാരണം കൈ പിടിക്കാനും കാല് പിടിക്കാനും ആ ഫോട്ടോയ്ക്കകത്തൊക്കെ ഇവരുണ്ട്. പക്ഷേ ഇവരൊന്നും ഒരു കാരണവശാലും ഈ പറയുന്ന ഭീകരന്മാരെയും ഭീകരപ്രവർത്തകരെയും ഭീകരൻ എന്ന് പോലും പറയാറില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നത് ബേസിക്കലി. കാരണം ഒരിടത്ത് വളരെ ഫ്ലെക്സിബിളായിട്ട് ഭീകരപ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പേരിനൊരു പ്രതിഷേധവും ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇതാണ് ഇന്ത്യയിൽ ഇത്രയും നാളും നടന്നുകൊണ്ടിരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭീകരപ്രവർത്തനത്തിന്, കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട ഭീകരപ്രവർത്തനത്തിന് അറുതി വരുത്താൻ, കൺട്രോൾ ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിനെ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവരെന്ന് അധികാരത്തിലെടുക്കുന്നു, അതിൻ്റെ പ്രതിഫലനം കാശ്മീർ ഇഷ്യൂ. കാരണം ലോക നേതാക്കൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അതിനു വേണ്ടി കാശ്മീരിൽ ചെയ്തില്ല. കാരണം കാശ്മീരിൽ ശക്തമായ സെക്യൂരിറ്റി ഫോഴ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ ജമ്മുവിൽ വന്ന് ചെയ്തു. ജമ്മുവിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ കുറവാണ്, ഹിന്ദു പോപ്പുലേഷനാണ്. അവിടെ പിൽഗ്രിം സെൻറ്ററിൽ പോയപ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, എത്ര ക്രൂരതയാണ് സംഭവം. ഇവിടെയാണ്
നരേന്ദ്രമോദി സർക്കാരും BJP ഗവൺമെൻറ്റും ശക്തമായ രീതിയിൽ നാഷണൽ സെക്യൂരിറ്റിയെയും അതേപോലെ ഭീകര പ്രവർത്തനത്തെയും എതിരിടുന്നത്. അതിൻ്റെ പേരിലാണ് പാകിസ്ഥാനിൽ പല ഏജൻസുമാർ, ഇന്ത്യക്കാർ തന്നെയാണ് അവിടെ പോയി ഇവരെ തട്ടുന്നത്. ഇവരെ തട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർക്ക് പിടികിട്ടിയത്, ഇവൻ്റെ ടോപ്പ് ലീഡേഴ്സിനുൾപ്പെടെയാണ് കൊല്ലുന്നത്. ഇപ്പോൾ ഉണ്ടായ ഇതിനെപ്പറ്റി സെക്യൂരിറ്റി ഫോഴ്സ് പറയുന്നത് ഇവർ പാകിസ്ഥാനിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്ന ഭീകരന്മാരാണ്. അത് മനസ്സിലാക്കി നമ്മൾ ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ്. അതായത് നമ്മുടെ മണ്ണിൽ ഇത്ര ക്രൂരമായിട്ട് ഭീകരപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ആരാണെങ്കിലും, അത് ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ആരാണെങ്കിലും, അതിനകത്ത് ജാതിയും മതവും ഒന്നുമില്ല. പക്ഷേ അവരെ ശക്തമായ രീതിയിൽ നേരിടുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് ഇന്ത്യ ഭരിക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കാരണം ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ വിഷുവിനും ദീപാവലി ഉള്ളത് ദിവസവും ഇങ്ങനെ ബ്ലാസ്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അറുതി വരുത്തുവാനും കൺട്രോൾ ചെയ്യാനും ഭീകരപ്രവർത്തകരെ അതേ രീതിയിൽ വേട്ടയാടാനും ശ്രമിച്ചു മോദി. അവിടെയാണ് നമ്മൾ വിജയം കൈവരിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ 13ാം പ്രാവശ്യം അധികാരത്തിൽ കയറിയപ്പോൾ ഇത്ര ക്രൂരമായ രീതിയിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ, അതായത് ബസ് വീണ് മറിഞ്ഞ് അവിടെ കിടക്കുമ്പം ഇവർ കാശ്മീരുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, അവരെയാണ് ഫയർ ചെയ്തേക്കുന്നത്. ആലോചിച്ച് നോക്കി, ഈ ക്രൂരതയ്ക്കെതിരെയാണ് നമ്മൾ ഇന്ത്യക്കാർ പ്രതികരിക്കണം. കേരളത്തിൽ ഇവരുടെ ആരാധകർ ഒത്തിരി പേരുണ്ട്. കാശ്മീർ ഭീകരന്മാരുടെ ആരാധകർ കേരളത്തിൽ ഒത്തിരി പേരുണ്ട്. അതുപോലെ ഹമാസ് ഭീകരന്മാരുടെ ആരാധകരില്ല, അവരുമുണ്ട് ഇവിടെ കേരളത്തിൽ. ഈ ഭീകരതയെ വെറുക്കുക, ഇതിനെ തകർക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത് അവിടെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇന്ത്യക്കാരുടെ ഉള്ളിൽ സ്ഥാനം കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ 3ാമത്തെ പ്രാവശ്യവും അധികാരത്തിൽ. കാരണം ഇന്ത്യയിൽ നിന്നും ഭീകരപ്രവർത്തനം മാറിയേ മതിയാവുന്നു. ഒരു പോയിന്റ് കൂടെ പറയാം. കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യക്കാർ ഏകദേശം 2 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ട് 2 ലക്ഷം പേർ. ആലോചിച്ച് നോക്കുക, ഇതിനൊരു അറുതി വന്നേ മതിയാകത്തുള്ളൂ. അതിനെ നേരിടാൻ മോദി ഗവൺമെൻറ്റിന് മാത്രമേ കഴിയൂ. അവർക്കത് സാധിക്കട്ടെ.